ഗാസ വെടിനിർത്തലിന് US തയ്യാറാക്കിയ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു. വൈറ്റ് ഹൗസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഇക്കാര്യം പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെ പിന്തുണയ്ക്കുന്നു. യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് പദ്ധതി. യുദ്ധത്തിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതാണ് പദ്ധതി. ഗാസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണമുണ്ടാകും. ഹമാസിനെ നിരായുധീകരിക്കും. ഗാസയെ സൈനിക മുക്തമാക്കും. ഹമാസിനെ നിരായുധീകരിക്കുന്നതിനനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറും. ഒക്ടോബർ 7 മറക്കില്ല. ഇസ്രായേലിനെ ആക്രമിച്ചാൽ സമാധാനമുണ്ടാകില്ലെന്ന് ആ ദിവസത്തിന് ശേഷം ശത്രുക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു. ട്രംപിൻ്റെ വെടിനിർത്തൽ പദ്ധതി ഹമാസ് നിരസിച്ചാൽ ഇസ്രായേൽ അതിൻ്റെ ജോലി പൂർത്തിയാക്കുമെന്ന ഭീഷണിയും നെതന്യാഹു മുഴക്കി. വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ച നെതന്യാഹുവിനോട് ട്രംപ് നന്ദി പറഞ്ഞു. ഗാസയിൽ സമാധാനം അടുത്തെത്തിയെന്നും ട്രംപ് വ്യക്തമാക്കി. നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഔദ്യോഗികമായി അംഗീകരിച്ച് 72 മണിക്കൂറിനകം മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ട്രംപിൻ്റെ അധ്യക്ഷതയിൽ ഇടക്കാല രാജ്യാന്തര സമിതി രൂപീകരിക്കും. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അതിൽ അംഗമാകും. മറ്റ് അംഗങ്ങളുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് അറിയിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെ അറബ് മുസ്ലിം രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. 8 അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. സൗദി അറേബ്യ, ജോർദാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവന നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ ആത്മാർത്ഥ ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ട്രംപിൻ്റെ പദ്ധതിയെക്കുറിച്ച് ആരും തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നു. നിരായുധീകരണ ആവശ്യം ഹമാസ് തള്ളിയിട്ടുണ്ട്. മേഖലയുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന കരാർ മാത്രമേ അംഗീകരിക്കൂ എന്നാണ് ഹമാസ് പറയുന്നത്. അതിനിടെ ഖത്തറിനെ ആക്രമിച്ചതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാപ്പ് ചോദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് നെതന്യാഹു ക്ഷമാപണം നടത്തിയത്. ഖത്തറിൻ്റെ പരമാധികാരം ലംഘിച്ചതിന് നെതന്യാഹു മാപ്പ് ചോദിച്ചു. ഖത്തറിലെ പോലീസുകാരൻ്റെ മരണത്തിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. വൈറ്റ് ഹൗസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് നെതന്യാഹു ഖേദപ്രകടനം നടത്തിയത്. ഇസ്രായേൽ മാപ്പ് പറയാതെ ഇനി മധ്യസ്ഥ ചർച്ചയ്ക്കില്ലെന്ന് ഖത്തർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ക്ഷമാപണം നടത്താൻ കാരണമെന്നാണ് റിപ്പോർട്ട്.